പിന്നീടുള്ള എല്ലാ ദിവസങ്ങളിലും കുരിശിങ്കൽ തറവാട്ടിൽ ഒരാഘോഷം തന്നെയായിരുന്നു. അതിന് ഇരട്ടി മധുരമേകാനായി ആദ്യത്തെ സ്കാനിങ്ങിൽ തന്നെ കൃഷ്ണയുടെ ഉദരത്തിൽ വളരുന്നത് ഒരാളല്ല 2 പേരാണെന്ന് അറിഞ്ഞു. നഷ്ടപ്പെട്ടതിനെയും തിരിച്ചു കിട്ടിയ സന്തോഷത്തിലായിരുന്നു എല്ലാവരും. അതിനൊപ്പം തന്നെ നമ്മുടെ ജെസ്സിയും ലിയയും വിശേഷം അറിയിച്ചു. ഇപ്പോൾ കൃഷ്ണയ്ക്ക് 8-ാം മാസവും ജെസ്സിക്കും ലിയയ്ക്കും 5-ാം മാസവുമാണ്. ഉള്ളിൽ 2 പേരുള്ളതുകൊണ്ട് കൃഷ്ണയ്ക്ക് ആദ്യത്തെ മാസങ്ങൾ തൊട്ടു തന്നെ വല്ലാത്ത അസ്വസ്ഥതയും ബുദ്ധിമുട്ടുകളുമാണ്. അതുകൊണ്ട് ഇപ്പോൾ മുകളിലത്തെ റൂമിൽ നിന്നും മാറി താഴത്തെ റൂമിലാണ് ജോയലും കൃഷ്ണയുടെയും താമസം. 2 കുഞ്ഞുങ്ങളെ ചുമക്കുന്നത് കൊണ്ട് അവളുടെ വയറിന് വലിപ്പവും കൂടുതലാണ്. ജോയലിന്റെ കർശന നിർദ്ദേശപ്രകാരം ഒരു പണിയും ചെയ്യാതെ രാപ്പകൽ വെറുതെ ഇരിക്കലാണ് കൃഷ്ണയുടെ പണി. പോരാത്തതിന് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ അന്നു മുതൽ എല്ലാത്തിനോടും വല്ലാത്ത വാശിയും ദേഷ്യവുമാണ് അവൾക്ക്. ഒരു കാര്യവുമില്ലെങ്കിലും വെറുതെ ദേഷ്യപ്പെടും, എല്ലാത്തിനും വാശി പിടിക്കും. എന്തിൻ്റെ വാസന മൂക്കിൽ തട്ടിയാലും അപ്പോൾ തന്നെ അവൾക്ക് ഛർദി തുടങ്ങും. ജോയൽ അടുത്തു വരുമ്പോൾ തന്നെ കൃഷ്ണ മൂക്കും പൊത്തി മാറി നിൽക്കും. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്ന അവൻ്റെ ശരീരത്തിലെ പെർഫ്യൂമും വിയർപ്പും കലർന്ന ഗന്ധം ഇപ്പോൾ അവൾക്ക് ഒട്ടും ആസ്വദിക്കാൻ കഴിയില്ല. അപ്പോൾ തന്നെ മനം പുരട്ടലും ഛർദിയും തുടങ്ങി. അതുകൊണ്ടിപ്പോൾ ജോയൽ ബെഡിൽ നിന്ന് മാറി നിലത്ത് ഷീറ്റ് വിരിച്ചാണ് കിടക്കാറ്. പിന്നെ കുഞ്ഞുങ്ങളെ കളിപ്പിക്കാനുള്ള അവൻ്റെ ആഗ്രഹം കൊണ്ട് മാത്രം അവൾ മൂക്ക് പൊത്തിയിട്ടായാലും അവനെ അടുത്തിരുത്തും. കുറച്ചു നേരം അവളുടെ വീർത്തുന്തിയ വയറിൽ കൈകളും മുഖവും ചേർത്ത് അവൻ കുഞ്ഞുങ്ങളെ കൊഞ്ചിക്കും. പക്ഷേ കൃഷ്ണയ്ക്ക് അത് വലിയ അസൂയയാണ്. തന്നെ കൊഞ്ചിക്കാതെ കുഞ്ഞുങ്ങളെ കൊഞ്ചിക്കുന്നത് കാണുമ്പോൾ അവളുടെ മുഖം വീർക്കും. അത് കണ്ടുകൊണ്ട് പിണക്കം മാറ്റാനായി ജോയൽ അവളെ കൊഞ്ചിക്കാനായി ചെല്ലുമ്പോൾ അവൾക്ക് വീണ്ടും ഛർദി തുടങ്ങും. പിന്നെ എല്ലാം കയ്യിന്ന് പോവും. അതിനിടയിൽ നമ്മുടെ ലെവിൻ മാധുവിനെ കെട്ടി കൂടെ കൂട്ടി കേട്ടോ. അവരും അവരുടേതായ രീതിയിൽ ഒരു കുഞ്ഞ് അതിഥിക്കായി പരിശ്രമിക്കുന്നുണ്ട്. ഇതുവരെ ഫലം കണ്ടില്ലെങ്കിലും ഉടനെ ഫലം കാണാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഇന്നാണ് കൃഷ്ണയ്ക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ട ദിവസം. അവളുടെ മുഖത്ത് അതിൻ്റേതായ എല്ലാ ടെൻഷനും കാണാനുണ്ട്. ഇറങ്ങും നേരം മുതൽ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് വരെ ജോയലിൻ്റെ കയ്യിൽ തന്നെ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു അവൾ. ഡോക്ടറിനെ കണ്ട് വിശദമായ ചെക്കപ്പും കഴിഞ്ഞ് അവർ റൂമിലേക്ക് മാറി. ഷേർലിയും റോസിയുമാണ് അവൾക്ക് കൂട്ടു നിൽക്കുന്നത്. ജോയലും അവർക്കൊപ്പം തന്നെയുണ്ട്. ജെസ്സിയെയും ലിയയെയും നോക്കാനായി ജാൻസിയെയും മാധുവിനെയും ഏൽപ്പിച്ചിട്ടാണ് അവർ ഇവിടെ നിൽക്കുന്നത്. കൃഷ്ണയ്ക്ക് 9-ാം മാസം തുടങ്ങിയിട്ടേയുള്ളൂ. ഇടയ്ക്കിടെ ചെറിയ ബ്ലീഡിങ്ങും വയറുവേദനയും ഉള്ളതുകൊണ്ടാണ് അവളെ നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയത്. മാണിക്കശ്ശേരി ഹോസ്പിറ്റലിൽ തന്നെയാണ് അവളെ ആദ്യം മുതലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കവിടെ ഒരു അസൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. കാശിയും ഇടയ്ക്കിടെ അവിടെ വന്നു പോകുന്നുണ്ട്. റൂമിനുള്ളിൽ 2 ബെഡുകളുണ്ട്. ഒന്നിൽ കൃഷ്ണയും ഒന്നിൽ ഷേർലിയും റോസിയും കൂടി കിടക്കുന്നുണ്ട്. രാത്രി ഏറെ വൈകിയാണ് അവരിരുവരും ഉറങ്ങിയത്. കൃഷ്ണയുടെ അടുത്തിരിക്കാതെ അവൾ കിടക്കുന്ന ബെഡിൻ്റെ ഒരു മൂലയിൽ ചെയറിട്ട് അതിലിരുന്ന് ഉറങ്ങുകയാണ് ജോയൽ. കൃഷ്ണയും ഉറക്കത്തിലാണ്. പെട്ടെന്ന് വയറിനുള്ളിൽ ഒരു കൊളുത്തിവലി പോലെ തോന്നിയതും കൃഷ്ണ തൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നു. ആ! അവൾ അടിവയറിൽ കൈകൾ അമർത്തി കരഞ്ഞുപോയി. നല്ല ഉറക്കത്തിലായതുകൊണ്ട് തന്നെ അവളുടെ ശബ്ദം ആരും കേട്ടില്ല. ആ ജോ! വയറിലെ വേദന കൂടിയതും അവൾ ഒന്ന് ഞരങ്ങിക്കൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അവളുടെ വേദനയോടുള്ള വിളി ഇപ്രാവശ്യം ജോയലിൻ്റെ കാതുകളിൽ പതിഞ്ഞു. അവനൊരു ഞെട്ടലോടെ ഉണർന്നു നോക്കുമ്പോൾ ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് കരയുന്ന കൃഷ്ണയാണ് കാണുന്നത്. കൃഷ്ണ! അവൻ പേടിയോടെ വിളിച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് ഓടിച്ചെന്ന് അവളെ താങ്ങി പിടിച്ചു. എന്താടാ, എന്തു പറ്റി? ജോയൽ ആവലാതിയോടെ ചോദിച്ചു. വേദനിക്കുന്നു ജോ. ആ! അടിവയറിൽ കൈകൾ അമർത്തി അവൾ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പറഞ്ഞു. ജോയലിൻ്റെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പാഞ്ഞു. അപ്പോഴേക്കും ശബ്ദം കേട്ട് ഷേർലിയും റോസിയും ഉണർന്ന് അവൾക്കടുത്തേക്ക് ഓടിച്ചെന്നു. അപ്പോഴേക്കും അവളുടെ കാലുകളിലൂടെ വെള്ളം പോലെ എന്തൊക്കെയോ ഒലിച്ചിറങ്ങാൻ തുടങ്ങിയിരുന്നു. അവൾ ഇട്ടിരുന്ന നൈറ്റിയും നനഞ്ഞു തുടങ്ങി. കൃഷ്ണ വേദന കൊണ്ട് വാവിട്ട് കരയാൻ തുടങ്ങി. അവളുടെ കണ്ണുകൾ ഇടതടവില്ലാതെ നിറഞ്ഞൊഴുകി. അവളുടെ കൈകൾ വയറിലും ജോയലിൻ്റെ കൈകളുമായി മുറുകിക്കൊണ്ടിരുന്നു. മമ്മി! എല്ലാം കണ്ട് ജോയൽ പേടിയോടെ ഷേർലിയെ വിളിച്ചു. ഒന്നുമില്ലടാ, നീ പോയി ഡോക്ടറെ വിളിക്ക്. പിന്നെ ഒരു ഓട്ടമായിരുന്നു ജോയൽ. ഡോക്ടറും 2 നഴ്സുമാരും ചേർന്ന് കൃഷ്ണയെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. എനിക്ക് പേടിയാകുന്നു ജോ. ആ! വേദനയിൽ പിടഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. എന്തിനാ പേടിക്കുന്നത്? നമ്മുടെ വാവകൾക്ക് വേണ്ടിയല്ലേ. ഒന്നും ഉണ്ടാവില്ല. അവളെക്കാൾ പേടി അവനിൽ നിറഞ്ഞിരുന്നെങ്കിലും അത് പുറത്തു കാണിക്കാതെ അവൻ അവൾക്ക് ധൈര്യം പകർന്നു കൊടുത്തു. ലേബർ റൂമിലേക്ക് അവളെ കൊണ്ടുപോകുന്നതിന് തൊട്ടു മുന്നേ ആയിരുന്നു അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി മുട്ടി. അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ അടർന്ന് അവളുടെ മുഖത്തേക്ക് വീണു ചിതറി. പിന്നീടൊരു കാത്തിരിപ്പായിരുന്നു. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പ്. അകത്തു നിന്നും കൃഷ്ണയുടെ വേദന കൊണ്ടുള്ള കരച്ചിൽ പുറത്തേക്ക് കേൾക്കാമായിരുന്നു. ജോയൽ കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് ഭിത്തിയിൽ ചാരി മണിക്കൂറുകളോളം ആ നിൽപ്പ് തുടർന്നു. അതിനിടയിൽ കുരിശിങ്കൽ നിന്ന് കാശിയും ജോബിനും അവിടേക്ക് വന്നിരുന്നു. ജോയിച്ചാ! ടെൻഷനോടെ നിൽക്കുന്ന ജോയലിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് കാശി വിളിച്ചു. ജോയൽ കണ്ണു തുറന്ന് അവനെ ഒന്ന് നോക്കിയ ശേഷം അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. ഒന്നുമില്ലടാ.
കാശി അവനെ ആശ്വസിപ്പിച്ചു. ജോബിനും അവനൊപ്പം ചെന്നു നിന്നു. കൃഷ്ണപല്ലിയുടെ റിലേറ്റീവ്സ് ആരാ? കുറച്ചു നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ലേബർ റൂമിന്റെ ഡോർ തുറന്ന് ഒരു സിസ്റ്റർ പുറത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഞാനുണ്ട്, ജോയൽ അവിടേക്ക് ഓടിച്ചെന്നുകൊണ്ട് പറഞ്ഞു. കൃഷ്ണപല്ലവി പ്രസവിച്ചു. ആൺകുട്ടികളാണ്. അവർ പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ തന്നെ അവരുടെ പിറകിൽ നിന്ന് മറ്റു 2 സിസ്റ്റേഴ്സ് തൂവെള്ള ടർക്കികളിൽ പൊതിഞ്ഞ റോസ് നിറമുള്ള 2 കുഞ്ഞു ചെക്കന്മാരെ പുറത്തേക്ക് കൊണ്ടുവന്നു. ജോയലിന്റെ കണ്ണുകൾ നിറഞ്ഞു. സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ അവന്റെ നെഞ്ച് വിങ്ങുകയായിരുന്നു. കുഞ്ഞിനെ വാങ്ങൂ. സിസ്റ്ററിന്റെ ശബ്ദമാണ് അവനെ ഉണർത്തിയത്. അവൻ ഞെട്ടി ഉണർന്നുകൊണ്ട് ആദ്യത്തെ കുഞ്ഞിനെ തന്റെ വിറയ്ക്കുന്ന കൈകൾ ഉയർത്തി അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിപ്പിടിച്ചു. കുഞ്ഞുങ്ങളെ എടുത്ത് ശീലമില്ലാത്തത് കൊണ്ട് തന്നെ അവൻ കുഞ്ഞ് താഴെ വീഴാതിരിക്കാൻ നെഞ്ചോട് ചേർത്ത് മുറുകെ പിടിച്ചിട്ടുണ്ട്. ജോയൽ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി. കണ്ണുകൾ തുറന്നു കിടക്കുകയാണ് കുറുമ്പൻ. ജോയലിന്റെ മുഖത്തേക്ക് തന്നെ കണ്ണുകൾ വിടർത്തി നോക്കുന്നുണ്ട്. ആ കുഞ്ഞു ചുണ്ടുകൾ ഞൊട്ടി നുണയുന്നുണ്ട് ആശാൻ. കൈകൾ ചെറുതായി അനക്കുകയും കാലുകൾ പൊക്കി ചവിട്ടുകയും ചെയ്യുന്നുണ്ട്. ജോയൽ ഒന്ന് കുനിഞ്ഞ് കുട്ടി കുറുമ്പന്റെ നെറ്റിയിൽ ഒന്ന് മുത്തി. ഈ കുഞ്ഞിനെ ആരാ വാങ്ങുന്നത്? സിസ്റ്ററിന്റെ ചോദ്യം കേട്ടപ്പോൾ എല്ലാവരും പരസ്പരം നോക്കി. കാശി, മോനെ വാങ്ങടാ, ജോയൽ ഒന്നും ആലോചിക്കാതെ കാശിയോട് പുഞ്ചിരിയോടെ പറഞ്ഞു. കേൾക്കേണ്ട താമസം. നിറകണ്ണുകളുടെ കാശി സിസ്റ്ററിന്റെ കൈകളിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി നെഞ്ചോട് ചേർത്തു. അവന്റെ ഷർട്ടിൽ മുറുകെ പിടിക്കുന്നുണ്ട് കുറുമ്പൻ. ഇവനെ കാണാൻ നിന്നെപ്പോലെ തന്നെയുണ്ട് കാശി, ജോബിൻ ഒരത്ഭുതത്തോടെ പറഞ്ഞപ്പോൾ എല്ലാവരും ആ കുഞ്ഞുചെക്കനെയും കാശിയെയും ഒന്ന് നോക്കി. അതെ, കാണാൻ കാശിയുടെ തനി പകർപ്പ് പോലെയുണ്ട് ചെക്കൻ. ജോബൻ 2 കുഞ്ഞുങ്ങളെയും കൈകളിൽ മാറി മാറി പിടിക്കുന്നുണ്ട്. കള്ളച്ചെക്കന്മാർ അവന്റെ വിരലിൽ വിടാതെ പിടിച്ചിട്ടുണ്ട്. വല്യപ്പപ്പയെ പിടിച്ചുവെന്ന് തോന്നുന്നു ചെക്കന്മാർക്ക്. അവന്റെ കയ്യിൽ വിടാതെ 2ആളും പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഷെർലിയും റോസിയും കളിയോടെ പറഞ്ഞു. മതി മതി, ബാക്കിയൊക്കെ റൂമിലേക്ക് മാറ്റുമ്പോൾ ആവാം. സിസ്റ്റർ കുഞ്ഞുങ്ങളുടെ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പറഞ്ഞു. സിസ്റ്റർ കൃഷ്ണ? ജോയൽ ആദിയോടെ ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, മയക്കത്തിലാണ്. രാവിലെ റൂമിലേക്ക് മാറ്റും. 5 വർഷങ്ങൾക്ക് ശേഷം. ഇതാരാ ചെയ്തത്? തന്റെ മുന്നിലിരിക്കുന്ന സ്ക്രീൻ ഗ്ലാസ് പൊട്ടിയ ലാപ്ടോപ്പിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ജോയൽ തനിക്ക് മുന്നിൽ തലകുനിച്ച് നിൽക്കുന്നവരോട് ദേഷ്യത്തിൽ ചോദിച്ചു. പക്ഷേ അവന്റെ ചോദ്യം കേട്ടിട്ടും ആരും മിണ്ടിയില്ല. ചോദിച്ചത് കേട്ടില്ലേ, ഇതാരാ ചെയ്തതെന്ന്? അവന്റെ ശബ്ദം വീണ്ടും ഉയർന്നു. ഞങ്ങളല്ല. അതിലൊരു കുഞ്ഞു ശബ്ദം പതിയെ ഉയർന്നു. നീ നിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി മോനു, ബാക്കിയുള്ളവർക്ക് എന്താ നാവില്ലേ? ജോയൽ ദേഷ്യത്തിൽ ചോദിച്ചു. അപ്പോ നീയാണോ ചെയ്ത? അയ്യോ, ഞാനല്ലപ്പായി, ദേ ഈ അമ്മയാണ്. 2 കുഞ്ഞു ചെക്കന്മാർക്ക് നടുവിൽ കൈകൾ കൂട്ടിത്തിരുമ്മി തലയും കുനിച്ചു നിൽക്കുന്ന കൃഷ്ണയെ ജോയൽ അടിമുടി ഒന്ന് നോക്കി. അവൻ പതിയെ അവൾക്കടുത്തേക്ക് നടന്നു. അയ്യോ അപ്പായി, അമ്മയെ വഴക്ക് പറയല്ലേ, ഞങ്ങൾ കളിച്ചു കൊണ്ടിരുന്നപ്പോൾ അമ്മയുടെ കൈ തട്ടി അറിയാതെ താഴെ വീണതാ. ജോയൽ അവളെ വഴക്കു പറയുമെന്ന് കരുതി ചെക്കന്മാർ 2ഉം അവളുടെ മുന്നിൽ കയറി തടസ്സം നിന്നു. അയ്യടാ, കളിക്കാൻ പറ്റിയ പ്രായം. അതിന് വക്കാലത്ത് പറയാൻ 2 മക്കളും. കാശ് നഷ്ടമെന്നത് എനിക്കല്ലേ? കൃഷ്ണയെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് ജോയൽ പറഞ്ഞു. സോറി, കൃഷ്ണ തല ഉയർത്താതെ തന്നെ പറഞ്ഞു. അവളുടെ ഒരു കോറി. ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ. അയ്യോ അപ്പായി, അമ്മയെ തല്ലല്ലേ? ജോയൽ അവളെ അടിക്കാൻ എന്ന പോലെ കൈ ഉയർത്തിയതും ചെക്കന്മാർ 2ഉം കൂടി അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കെഞ്ചാൻ തുടങ്ങി. പൊയ്ക്കോ മൂന്നും, എല്ലാ കള്ളത്തരവും പഠിച്ചു വച്ചിരിക്കുകയാണ്. അതെങ്ങനെയാ? ഈ കള്ളിയുമായിട്ടല്ലേ കൂട്ട്? ജോയൽ കലിപ്പ് മോഡ് ഓണാക്കിയതും ചെക്കന്മാർ പുറത്തേക്ക് ഓടി. നിക്കടി അവിടെ. അവർക്ക് പിറകെ പുറത്തേക്ക് ഓടാൻ തുടങ്ങി കൃഷ്ണയുടെ ചെവിയിൽ പിടിച്ച് നിർത്തിക്കൊണ്ട് ജോയൽ അവളെ നോക്കി കണ്ണുരുട്ടി. ആ വിടി ജോ, വേദനിക്കുന്നു. അവൾ നിന്ന് തുള്ളാൻ തുടങ്ങി. എടി കുരുത്തം കെട്ടവളെ, നിനക്ക് നാണമില്ലേ ഈ പിള്ളേരുടെ കൂടെ ഇങ്ങനെ കളിച്ചു നടക്കാൻ? ഇല്ല, ജോയൽ ചോദിച്ചതിന് കൃഷ്ണയുടെ മറുപടി ഞൊടിയിടയിലെത്തി. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ സന്തതികളെ പറഞ്ഞാൽ മതിയല്ലോ. ഒരമ്മയും മക്കളും. 3ൻ്റെയും കയ്യിലില്ലാത്ത കുരുത്തക്കേടുമില്ല. ജോയൽ പിറുപിറുത്തു. അതെ, വല്യപ്പച്ചൻ എല്ലാവരോടും താഴെ ചെല്ലാൻ പറഞ്ഞു. കൃഷ്ണ അവനെ ചുരണ്ടിക്കൊണ്ട് പറഞ്ഞു. കർത്താവേ, നീയൊക്കെ അവിടെയും പോയി വല്ലതും ഒപ്പിച്ചോ? ജോയൽ നെഞ്ചത്ത് കൈവച്ചു പോയി. ഞങ്ങളൊന്നും ചെയ്തില്ല, എല്ലാവരോടും ചെല്ലാൻ പറഞ്ഞു. കൃഷ്ണ ചുണ്ടുകൊട്ടി. ശരി ശരി, വാ. അവളുടെ വീർത്ത മുഖത്ത് ഒരു കുത്തു കൊടുത്തുകൊണ്ട് ജോയൽ അവളുമായി താഴേക്ക് നടന്നു. പിന്നെ നേരത്തെ ഇവിടെ നിന്ന് ഓടിപ്പോയ ആ കുരുപ്പുകളാണ് ജോയലിൻ്റെയും കൃഷ്ണയുടെയും സൽപുത്രന്മാരായ കൃഷ്ണപ്പ് ജോയൽ എന്ന മോനുവും കെൽവിൻ ജോയൽ എന്ന അപ്പുവും. 2 ആൾക്കും ഇപ്പോൾ 5 വയസ്സായി. ഇനിയുമുണ്ട് കുട്ടിക്കുരുപ്പുകൾ അവിടെ വേറെയും. കാശിക്കും ജെസ്സിക്കും പിറന്നത് പെൺകുഞ്ഞാണ്. നൈനിക കാശിനാഥ് എന്ന നൈനു. ജോബിനും ലിയയ്ക്കും ജനിച്ചത് പെൺകുഞ്ഞാണ്. പേര് ജാൻ മേരി ജോബിൻ എന്ന എല്ലാവരുടെയും ജാനു. നൈനുവിനും ജാനുവിനും ഒരേ പ്രായമാണ്. 2 പേർക്കും ഇപ്പോൾ 4 വയസ്സ് കഴിഞ്ഞു. പിന്നെ നമ്മുടെ ലെവിനും മാധവിനും കുറച്ച് വൈകിയാണെങ്കിലും കർത്താവ് കൊടുത്ത ആദ്യത്തെ കൺമണി ആണ് തന്നെയാണ് മിലൻ ലെവിൻ എന്ന മിത്തുമോൻ. ഇതിനിടയ്ക്ക് മറ്റൊന്നുകൂടി സംഭവിച്ചു. ജിബിൻ രോഗങ്ങളെല്ലാം മാറി പഴയ ആരോഗ്യസ്ഥിതിയിലേക്ക് വന്നു. പക്ഷേ കുരിശിങ്കലിലേക്ക് തിരികെ വരാൻ അവൻ ഒരിക്കൽ പോലും കൂട്ടാക്കിയില്ല.
അവനെ ചികിത്സിച്ച ആയുർവേദ മഠത്തിലെ രോഗികളായ അന്തേവാസികളെ സഹായിക്കാനും മറ്റുമായി അവൻ അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. അവൻ സ്വയം എടുത്ത തീരുമാനമായതുകൊണ്ട് ആരും അവനെ എതിർത്തില്ല. ജോസഫിനും റോസിക്കും അവനെ തിരികെ കൊണ്ടുവരണമെന്ന് ആഗ്രഹവും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. പിന്നീട് ഒരിക്കലും അവനെ തേടി ആരും കുരിശിങ്കൽ നിന്ന് പോയിട്ടില്ല. വല്യപ്പച്ചൻ വിളിച്ചത് എന്തിനാണെന്ന് അറിയാൻ എല്ലാവരും തറവാടിന്റെ ആ വലിയ ഹാളിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. എന്നതാ അപ്പച്ച വിളിപ്പിച്ച്? സേവ്യറിന് എതിർവശമുള്ള സോഫയിൽ ഇരുന്നു കൊണ്ട് ജോൺ ചോദിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല പിള്ളേരെ, എല്ലാവരും ഉള്ളതല്ലേ, നമുക്ക് ഓരോന്നൊക്കെ പറഞ്ഞിരിക്കാമെന്നേ, സേവ്യർ നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. അയാളുടെ മടിയിൽ ഇരുവശത്തുമായി സ്ഥാനം പിടിച്ചിട്ടുണ്ട് മോനുവും അപ്പവും. അവരെ ചുറ്റിപ്പറ്റി തന്നെ നയനവും ജാനുവും നിൽപ്പുണ്ട്. മിത്തുമോൻ കുഞ്ഞായതുകൊണ്ട് മാധുവിന്റെ കയ്യിൽ ഉറങ്ങിക്കിടപ്പാണ്. എന്നാ പറയണ അപ്പച്ച? ഒരേ ഒരു കാര്യമേ ഇനി പറയാനുള്ളൂ. എല്ലാവർക്കും അറിയേണ്ടത് അത് തന്നെയാണ്. ജോൺ സേവ്യറിന്റെ മുഖത്തേക്ക് ചൂഴ്ന്നു നോക്കിക്കൊണ്ട് പറഞ്ഞു. അതെന്നതാടാ നീ ഈ വളഞ്ഞു തൊടുന്നത്? പ്രത്യേകിച്ചൊന്നുമില്ല അപ്പച്ച. മാണിക്കശ്ശേരിയിലെ ചന്ദ്രശേഖര വർമ്മയും അപ്പച്ചനും തമ്മിലുള്ള ശത്രുതയുടെ കാരണം എന്താണ്? നിങ്ങൾ തമ്മിൽ പണ്ട് വലിയ സൗഹൃദത്തിലായിരുന്നെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. പിന്നീട് അകലാനുള്ള കാരണം അത് മാത്രം അറിഞ്ഞാൽ മതി ഞങ്ങൾക്ക്. ജോൺ പറഞ്ഞപ്പോൾ സേവ്യർ നീട്ടിയൊന്ന് ശ്വാസം വിട്ടു. അയാളുടെ കണ്ണുകൾ ആദ്യം പോയത് കൃഷ്ണയിലേക്കാണ്. അവൾ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന പോലെ കള്ളത്തരം പിടിച്ച മുഖത്തോടെ ജോയലിന്റെ പിന്നിലേക്ക് ഒതുങ്ങി. അയാൾക്ക് ചിരി വന്നു. ഇനി അറിയാഞ്ഞിട്ട് ഇവിടെ ആരുടെയും ഉറക്കം പോകണ്ട, സേവ്യർ എല്ലാവരെയും നോക്കി പറഞ്ഞു. എല്ലാവരും ആകാംക്ഷയോടെ അയാളെ നോക്കിയിരിപ്പുണ്ട്. കൃഷ്ണയുടെ മുഖത്ത് പുഞ്ചിരിയായിരുന്നു. അയാൾ പറയാൻ പോകുന്നത് കേട്ടാലുള്ള എല്ലാവരുടെയും പ്രതികരണം ഓർത്തപ്പോൾ അവൾക്ക് ചിരി പൊട്ടി. എന്നതാണേലും സസ്പെൻസ് ഇടാതെ ഒന്ന് പറയ് വല്യപ്പച്ച, പിള്ളേര് അക്ഷമരായി തുടങ്ങി. അത് പിന്നെ അവനൊരു പെങ്ങളുണ്ടായിരുന്നു, ചന്ദ്രമതി. നല്ല പ്രായത്തിൽ കാണാൻ ഒരു കൊച്ചു സുന്ദരിയായിരുന്നു. നല്ല സ്വഭാവവും. ശേഖരന്റെ കൂടെ മാണിക്കശ്ശേരിയിൽ പോകുമ്പോഴൊക്കെ അവളെ കാണാറുണ്ടായിരുന്നു. എപ്പോഴോ ഇഷ്ടപ്പെട്ടു പോയി. ഞാൻ ശേഖരനോട് പറഞ്ഞു എൻ്റെ ഇഷ്ടം. അവൻ അപ്പോൾ തന്നെ എതിർത്തു. അവളെ വേറൊരാൾക്ക് കെട്ടിച്ചു കൊടുക്കുകയും ചെയ്തു. അതോടെ ഒരു മനസ്സും രണ്ട് ശരീരവുമായി കഴിഞ്ഞിരുന്ന അവനും ഞാനും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു. വലിയ ശത്രുക്കളായി. പക്ഷേ പരസ്പരം മത്സരിക്കുന്നതല്ലാതെ തകർത്തു കളയാൻ രണ്ടുപേരും ഒരിക്കലും മുതിർന്നിട്ടില്ല. പിന്നീടാണ് അറിഞ്ഞത് അവൻ ചന്ദ്രമതിയെ എനിക്ക് മനഃപൂർവ്വം തരാതിരുന്നതല്ലെന്ന്. അവൾക്ക് മറ്റൊരാളെ ഇഷ്ടമായിരുന്നു. അത് പറഞ്ഞെന്നെ വേദനിപ്പിക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ മനസ്സ് തുറന്നപ്പോൾ തന്നെ അവൻ എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഞാനത് മനസ്സിലാക്കാതെ അവനെ ശത്രുവായി കണ്ടു. എൻ്റെ തെറ്റായിരുന്നു. ഒന്നും മനസ്സിലാക്കാതെയാണ് ഞാൻ എടുത്തു ചാടിയത്. വേണ്ടിയിരുന്നില്ലെന്ന് പിന്നീട് പലവട്ടം ആലോചിച്ചു. പക്ഷേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാനുള്ള ഈഗോ പ്രശ്നം കൊണ്ട് അത് കാലങ്ങളോളം നീണ്ടുപോയി. മക്കളെപ്പോലും പരസ്പരം കാണിക്കാതെ വളർത്തി. അവർ മുതിർന്നപ്പോൾ ഞങ്ങളുടെ അനുവാദമില്ലാതെ തന്നെ അവർ പരസ്പരം അടുത്തു. എല്ലാം അറിയാമായിരുന്നിട്ടും എല്ലാം കണ്ടില്ലെന്ന് നടിച്ചു. മക്കളിൽ നിന്നും കൊച്ചുമക്കളിലേക്ക് ആ ബന്ധം വളർന്നപ്പോഴും കണ്ണടച്ചു. അവൻ മരിച്ചുവെന്ന് അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് മനസ്സിലായത്. അവസാനമായി ഒന്ന് കാണാൻ കഴിയാതെ പോയതിൽ ഒരുപാട് വേദനിച്ചു. ദിവസങ്ങളോളം ഉറക്കമില്ലാതെ കിടന്നു. കിച്ചു ഇവിടുത്തെ മരുമകളായി വന്നതുവരെ ആ വേദന ഉള്ളിൽ തന്നെ കുമിഞ്ഞുകൂടി കിടന്നു. ഇപ്പോൾ ഞാൻ സന്തോഷവാനാണ്. ശേഖരന്റെ ആത്മാവും ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും. കാശിയും കിച്ചുവും കുരിശിങ്കലിന്റെ മരുമക്കളായി വരണമെന്നുള്ളത് തമ്പുരാൻ പണ്ടേ തീരുമാനിച്ചിരുന്നു. സേവ്യർ തന്റെ നിറഞ്ഞ കണ്ണുകൾ പുഞ്ചിരിയോടെ തുടച്ചു. എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. പക്ഷേ ഞൊടിയിടയിൽ എല്ലാവരുടെയും മുഖത്തെ ശോകഭാവം മാറി അവിടെ സേവ്യറിനെ ആക്കിക്കൊണ്ടുള്ള ചിരി മുഴങ്ങി. എല്ലാവരുടെയും കണ്ണുകൾ പോകുന്ന ഭാഗത്തേക്ക് നോക്കിയ സേവ്യറിന്റെ കണ്ണുകൾ മിഴിഞ്ഞു. എല്ലാവരുടെയും ചിരിയും മറിയത്തിന്റെ കൂർപ്പിച്ചിട്ടുള്ള നോട്ടവും കണ്ടപ്പോഴാണ് പണി പാലും വെള്ളത്തിൽ കിട്ടിയെന്ന് സേവ്യറിന് മനസ്സിലായത്. സേവ്യറിനെ നോക്കി ദയിപ്പിച്ചുകൊണ്ട് വെട്ടിത്തിരിഞ്ഞ് ഒറ്റ പോക്കായിരുന്നു മറിയം അകത്തേക്ക്. കുടുംബം കലക്കിയല്ലോടാ സാമദ്രോഹികളെ നീയൊക്കെ കൂടി. മോനുവിനെയും അപ്പൂനെയും മടിയിൽ നിന്ന് എടുത്ത് താഴെ നിർത്തിക്കൊണ്ട് സേവ്യർ എല്ലാത്തിനെയും നോക്കി കണ്ണുരുട്ടിയ ശേഷം മറിയത്തിന്റെ പിറകെ പാഞ്ഞു. അയാളുടെ പോക്ക് കണ്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. കുരിശിങ്കൽ തറവാടിന്റെ അകത്തളങ്ങളിൽ സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും പ്രണയത്തിന്റെയും പൊട്ടിച്ചിരികൾ അലയടിച്ചു. ഇനി ഒരിക്കലും മായാത്ത പരസ്പര സ്നേഹത്തിന്റെ പൊട്ടിച്ചിരികൾ. അങ്ങനെ അവർ എല്ലാവരും സന്തോഷത്തോടുകൂടി ജീവിക്കട്ടെ. ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നാൾ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു.